സമാധാനവും സർവ്വനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കഴിഞ്ഞ ദിവസം സങ്കീർത്തനം 1 2 വഴികളുടെ ജ്ഞാനവിചാരമാണ് കാഴ്ചവെച്ചത്. നമ്മുടെ തിരഞ്ഞെടുപ്പുകളുടെ ശ്രദ്ധ ക്ഷണിക്കലാണത്. ദുഷ്ടർ പതിരുപോലെ പാറും എന്നവിടെ പറഞ്ഞിരുന്നു. ഇന്നലെ സ്നാപകൻ ക്രിസ്തുവിനെ വിശേഷിപ്പിച്ചത് പതിര് പാറ്റുന്ന വീശുമുറം കയ്യിലുള്ളവനെന്നാണ്. നമ്മുടെ വിധി നിർണയങ്ങൾ ജീവിത നിർണയങ്ങളായി മാറുന്നു. മാത്രമല്ല, അവ നമ്മെ സംബന്ധിച്ച നിർണയങ്ങളുമായി മാറും. ഇന്ന് സങ്കീർത്തനം 25 സങ്കീർത്തനം 1 ഒരു അധികരണം, എക്സ്റ്റൻഷൻ പോലെയാണ്. ഇരുവഴികളുടെ ജ്ഞാനവിചാരം തന്നെയാണവ. പല ആവർത്തി വീണിട്ടും കരുണയും ക്ഷമയും യോഗ്യതയും ഇല്ലാതിരുന്നിട്ടും ദൈവം വീണ്ടും വീണ്ടും നമ്മെ വീണ്ടെടുക്കുന്നതിൻ്റെ നിറവുകളുണ്ട് ഈ സങ്കീർത്തനത്തിൽ. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ സൈക്കിൾസ് ഓഫ് ഫൊർഗീവ്നെസ്. അതുകൊണ്ട് തന്നെ നേരിൻ്റെ വഴി തിരഞ്ഞെടുക്കുവാൻ, അതിൽ നിലനിൽക്കുവാനും നടക്കുവാനും തന്നെ അനുഗ്രഹിക്കണമേ എന്നൊരു പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനം. കാരണം ദൈവത്തെ കൂടാതെ നടന്നു തീർക്കാനാകാത്തൊരു വഴിയാണത്. അഗ്നിയും പരിശുദ്ധാത്മാവും കൊണ്ട് സ്നാനം നൽകുന്നവനെന്ന് സ്നാപകൻ ഇന്നലെ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചു. ഇന്നാകട്ടെ പുരോഹിതരും മതപ്രമാണികളും നാഥനെ ഒരു ഊരാക്കുടുക്കിൽ വീഴ്ത്താൻ നോക്കുകയാണ്. എന്ത് അധികാരത്താലാണ് നാഥൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട്. മത്തായി 21:23 മുതൽ. നാഥൻ ആ സമയം സ്നാപകനും താനും തമ്മിലുള്ള സാമ്യത്തിൻ്റെ ഒരു ചരടാണ് അവർക്ക് ഒരു കുടുക്കായി എറിഞ്ഞിട്ടത്. കൺനിറയെ കണ്ടിട്ടും കണ്ണടച്ച് ഇരുട്ടാക്കുന്നവരാണ് ഈ മതപ്രമാണികൾ. അവർക്ക് വേദവിജ്ഞാനമുണ്ട്, പക്ഷെ പരിശുദ്ധാത്മജ്ഞാനമില്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങളെ ഒരു ശക്തിക്കും തടുക്കാനാകില്ല, അവഗണിക്കാനേ പറ്റൂ. അതിനാൽ തന്നെ അതൊരു വ്യക്തിപരമായ കുറ്റമായി കണക്കാക്കപ്പെടും. പരിശുദ്ധാത്മാവിനോട് മല്ലിടുന്ന ആ കനത്ത പാതകം. ഇന്ന് സംഖ്യ 24:2 മുതൽ. ബാലാമിൻ്റെ നാവിൽ നിന്ന് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ പ്രകടമായി നമുക്ക് വായിച്ചെടുക്കാനാകും. ബാലാം എത്രയധികം മറുതലിച്ചിട്ടും പരിശുദ്ധാത്മാവ് വിജയിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്യും. യഹൂദ പാരമ്പര്യം ബാലാമിനെ റാഷ, മഹാദുഷ്ടനും വക്രനുമായവനെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇസ്രായേലിനെ ശപിക്കാൻ നിയോഗിക്കപ്പെട്ട, വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരു അരമായ ദുർമന്ത്രവാദിയായിരുന്നു ബാലാം. ഇസ്രായേലിൻ്റെ പാളയങ്ങളെ നോക്കി ശപിക്കാൻ അവൻ ഇറങ്ങി തിരിച്ചതുമാണ് ഒരു കഴുതപ്പുറത്ത്. ദൈവം അവൻ്റെ വഴി തടയുന്നു. അവനത് കാണുന്നില്ല, പക്ഷേ അവൻ്റെ കഴുത അത് കാണുകയും അവനോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വടംവലിക്ക് ശേഷം നാഥൻ അവൻ്റെ വഴി തിരിച്ചുവിടുന്നു. ഉണ്ണിയെ കാണാൻ വന്ന പൂജരാജാക്കന്മാർ ബാലാമിൻ്റെ പിന്മുറക്കാരാണ് എന്ന് ഒരിജൻ പറയാറുണ്ട്. ഇസ്രായേലിൻ്റെ മേൽ ചൊരിയപ്പെട്ട ഏറ്റവും ശക്തവും സുന്ദരവുമായ അനുഗ്രഹം ഈ ദുർമന്ത്രവാദിയുടെ അധരങ്ങളിൽ നിന്നായിരുന്നു എന്നതാണ് വിചിത്രമായ ഒരു കാര്യം. അത് പരിശുദ്ധാത്മ വിസ്മയം തന്നെയാണ്. ഇസ്രായേലിൽ നിന്നുരുവാകുന്ന ആ നക്ഷത്രത്തെ, ക്രിസ്തുവിനെ അവൻ കാണുന്നുണ്ട് അങ്ങകലെ വരും കാലത്ത്. അവൻ തന്നെ വിശേഷിപ്പിക്കുന്നത് കണ്ണുകൾ തുറന്നു കിട്ടിയ ബാലാമെന്നാണ്. നേർവഴി കാണാൻ ദൈവം അവൻ്റെ കണ്ണുകൾ തുറപ്പിച്ചു. അടച്ചു ഭദ്രമാക്കിയ വീഞ്ഞു ഭരണിയുടെ അടപ്പ് തുറന്ന് അതിലേക്ക് കടക്കുന്നത് പോലെയാണ് ഈ കൺതുറപ്പിനെ ഹീബ്രു ഭാഷയിൽ കുറിച്ചിരിക്കുന്നത്. ഈറുള്ളടഞ്ഞ വായുസഞ്ചാരമില്ലാത്ത ചുറ്റുപാടുകളിൽ പോലും ദൈവവീര്യത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന ഒരു നേർത്ത ദീപ്തനാളി പോലെ. കാണാൻ കണ്ണുള്ളവൻ അത് കാണും.